അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുക്കളയിലേക്കുള്ള കുറച്ച് നല്ല ടിപ്സ് ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. വലിയ രീതിക്കുള്ള ടിപ്സ് ഒന്നല്ല, കുട്ടി കുട്ടി ടിപ്സ് ഐറ്റംസ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ കണ്ടു നോക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചെറുപയർ എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെറുപയർ മുളപ്പിച്ചത്. പ്രോട്ടീൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എത്രയാണോ ചെറുപയർ വേണ്ട അത് എടുക്കുക. ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മുഴുവനായിട്ട്, അതായത് 24 hours അത് നമുക്ക് വെള്ളത്തിൽ തന്നെ കുതിർത്തിടണം. ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ കുതിർത്തിടാനായിട്ട്. എന്നിട്ട് അടുത്ത ദിവസം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും പോകുക. അന്നപ്പോഴേ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ടാവും ചെറുപയറിൻ്റെത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ. എന്നിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്ന് കഴുകി വൃത്തിയാക്കാം, അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ബോക്സിലേക്ക് അങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ. ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ട് അങ്ങനെ മുളപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പിന്നെ മുളപ്പിക്കണേ വെക്കാം കേട്ടോ. പക്ഷേ പുറത്തൊരു 3-4 ദിവസം വെക്കുന്ന സമയത്ത് അതിനൊരു ചീത്ത സ്മെല്ല് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് സേഫായിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ മുളപ്പിക്കാം. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു തുണി അങ്ങനെ ഇട്ടിട്ട് വല്ല ഒരു ടവലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പൊതിഞ്ഞാൽ മതി. എന്നിട്ട് ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് സ്പ്ലാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊരു 4 ദിവസം 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന് മുള പൊട്ടി വരും കേട്ടോ. അപ്പോൾ അതിനൊരു സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു ചെറുപയറിനൊരു വഴുവഴുപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പുറത്ത് വെച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതാണ് ഫീല് കിട്ടിയത്. എനിക്കതങ്ങനെ കഴിക്കാനുള്ളൊരു തോന്നലേ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് മുളപ്പിക്കുന്ന സമയത്ത് എന്താ പറയുക, നല്ല ഫ്രഷായിട്ട് തന്നെ കിടക്കും. പിന്നെ ഇത് പിന്നീട് കുക്ക് ചെയ്യേണ്ട വെച്ചാൽ ആവിയിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് കുറച്ചൊരു ഉപ്പും കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടൊക്കെ എടുക്കുക കേട്ടോ. അതേപോലെ കടല മുളപ്പിച്ച് കണ്ടില്ല, ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കടലൻ്റെ കാണിക്കാത്തത്. കടല ഈ ഒരു ഇങ്ങനെയല്ല കേട്ടോ മുളപ്പിച്ചത്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കി നോക്കുക. കടലൊക്കെ കണ്ടില്ല, ശരിക്കും മുള പൊട്ടിയത്. എന്നിട്ട് നമുക്ക് ആവിയിൽ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക, സ്റ്റീം ചെയ്തിട്ട് എന്നിട്ട് കഴിക്കുക. സൂപ്പർ. അടുത്ത ടിപ്പ് പച്ചമഞ്ഞളുടേതാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. കുറച്ചധികം പച്ചമഞ്ഞൾ വീട്ടിൽ വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിങ്ങനെ ഉണക്കി പൊടിക്കാനൊന്നും വേണ്ടിയിട്ട് പറയുന്നൊന്നുമില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അല്ലേ, നല്ല തിളപ്പിച്ച് ഉണക്കി പിടിച്ച് പൊടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ വേലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് പാളയത്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടിട്ട് ആണെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ ചെയ്യാറ് പച്ചമഞ്ഞൾ വാങ്ങിയിട്ട് പിന്നെ അത് ചെറിയൊരു പീസ് എടുക്കും. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം കറിയിലോട്ടൊക്കെ അങ്ങനെ ചതച്ചിടാറാണ്. ഇഞ്ചി വെള്ളുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അത് മീൻ കറിയിലേക്കാണെങ്കിലോ ബീഫ് കറിയിലേക്കോ ചിക്കൻ കറിയിലേക്കൊക്കെ പെർഫെക്റ്റാണ്. അപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഈ റെഡിമെയ്ഡ് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിനെ കാട്ടിയും ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഇത്. ട്രൈ ചെയ്ത് നോക്കുക. പച്ചമഞ്ഞൾ വാങ്ങിക്കഴിഞ്ഞാലേ ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് പോക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മാസങ്ങളോ വർഷങ്ങളോ വേണമെങ്കിൽ അതിങ്ങനെ ഫ്രഷ് ആയിട്ട് കിടക്കേ. ആ സ്ഥാനത്ത് നമ്മൾ പച്ചമഞ്ഞൾ വാങ്ങിയിട്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ചൂടൊക്കെ അല്ലേ, 2-3 മാസം ആകുമ്പോഴത്തേനെ ചുരുങ്ങിപ്പോവും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആ ഒരു ടിപ്പ് ഇഷ്ടമായില്ല. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. തക്കാളിയൊക്കെ എപ്പോഴും നമുക്ക് ഫ്രഷായിട്ട് വാങ്ങുന്ന സമയത്തെ അതിങ്ങനെ എന്താ പറയുക, കല്ല് പോലാണ് ഇപ്പോഴത്തെ പിന്നെ തക്കാളിയൊക്കെ. അരിഞ്ഞ് ചേർക്കുന്ന സമയത്ത്, അതായത് നമ്മൾ മീൻകറിയിലോട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുമ്പോഴതിങ്ങനെ പൊന്തി നിൽക്കും. തെർമക്കോളായിട്ട് വെള്ളത്തിലിട്ട പോലാണ് ഇപ്പോഴത്തെ തക്കാളി. അപ്പോൾ ഞാനത് എന്താ പറയുക ചെയ്യാറ്, പിന്നെ എന്താണ് വാങ്ങിക്കഴിഞ്ഞ പാടന്നെ ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിലോട്ടൊക്കെ വെക്കും. ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം കല്ല് വെച്ചിട്ട് ചതച്ച് കൊടുക്കും. എന്നിട്ട് നമുക്ക് കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെയായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഈ തക്കാളി വഴറ്റാൻ വേണ്ടിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ നൂലാമാലകളുണ്ട് ഇപ്പോഴത്തെ തക്കാളിക്ക്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ടിപ്പ് തന്നെയാണ് കേട്ടോ. തക്കാളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ ചതച്ചിട്ട് കറിയിലേക്കൊക്കെ ചേർത്തോളൂ. അപ്പോൾ നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും.
മീനൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലും അതിനൊരു ചൂരമണം ഉണ്ടാവും അല്ലേ? അധികം ആൾക്കാരും ചെയ്യുക ഒന്നെങ്കിൽ അത് കല്ലുപ്പിൽ ഇട്ടിട്ട് അതൊന്ന് കഴുകും, അല്ലെങ്കിൽ പുളിവെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ പതിവ്. ഞാൻ ചെയ്യാറെന്താ അറിയോ, പച്ചമഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ചതയ്ക്കും. ചതച്ചതിന് ശേഷം ശരിക്കും ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കും. അതായത് അത് മീനൊക്കെ ഒന്ന് ശരിക്കും വൃത്തിയാക്കുക കേട്ടോ, അതിൻ്റെ ചതമ്പെല്ലാം ഇതൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ടൊന്ന് കഴുകി നോക്കി നോക്കിയൊക്കെ അതിൻ്റെ ഒരു മണമോ കാര്യമോ ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആക്കുന്ന സമയത്ത് അതിനൊന്നുകൂടെ നല്ലൊരു ഫ്ലേവറും ഇതൊക്കെ കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എപ്പോഴും പറഞ്ഞു തരുന്നത് ഇഞ്ചിയും വെള്ളുള്ളിയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന പല രീതിക്കുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇഞ്ചിയും വെള്ളുള്ളിയും കൂടെ എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലും നല്ല അരിഞ്ഞ് കിട്ടുള്ളൂ, നല്ല നൈസായിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്രഷ് ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പൾസ് ചെയ്തെടുക്കല്ലോ. അപ്പോൾ ഞാനിത് പൾസല്ല എടുത്തത്, ശരിക്കും അരച്ചെടുത്തതാണ്. അരച്ച് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് അങ്ങനെ ആക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വെക്കുന്ന ടിപ്സും കൂടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോഴത് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് കല്ലുപ്പ് നമുക്കൊരു 1/4 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഒരു 6 എണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ 2 പീസ് ഗ്രാമ്പു ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചി വെള്ളുള്ളിക്ക് ഒരു പ്രത്യേക സ്മെല്ലുമാണ്. നമ്മളിത് എത്ര ഒരു മാസം വരെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിലും ആ ഒരു ഇഞ്ചിൻ്റെയും വെള്ളുള്ളിൻ്റെയും ആ ഒരു കുത്തൽ വരില്ല കേട്ടോ, ഫ്രഷ് ആയിട്ട് അങ്ങനെ കിടക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ സൂപ്പർ ടിപ്പാണ്. കല്ലുപ്പിട്ട് വെക്കുന്നൊക്കെ ഇതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കല്ലുപ്പും ഗ്രാമ്പും എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റാണ്. ഇനി അടുത്ത ടിപ്പ്, അരിയെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ചിലപ്പോൾ 5 കിലോ 10 കിലോ ഒക്കെ അധികം വാങ്ങുമല്ലോ. ഇത് വാങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ബാഗൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിനൊരു പൂത്ത മണം അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു മണം ഒഴിവാക്കാനായിട്ട് ഞാൻ ചെയ്യാറ് കല്ലുപ്പുണ്ടല്ലോ അതങ്ങനെ ഇട്ട് വെക്കാറാണ് പതിവ്. പിന്നെ അരിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. അതിപ്പോൾ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇത്ര കാണിച്ചു തന്നത്. കൂടുതലാണെങ്കിൽ കുറച്ചധികം കല്ലുപ്പ് അങ്ങനെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പൂത്ത മണം അങ്ങനെ ഉണ്ടാകുമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വേനൽ കഴിഞ്ഞ് മഴക്കാലമൊക്കെ വരികയല്ലേ, അപ്പോൾ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് അരി പൂത്ത് ആ രീതിക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് വെച്ചോളൂ. അടുത്ത ടിപ്പ്, ഉരുളക്കിഴങ്ങൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ ഇത് ഫ്രിഡ്ജിലോട്ടൊക്കെ ഒന്നും വെക്കരുത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ പുറത്ത് വെക്കുകയാണെങ്കിലും കഴുകി വൃത്തിയാക്കിയിട്ടൊന്നും വെക്കരുത് കേട്ടോ. അങ്ങനെ തന്നെ ആ മണ്ണോട് കൂട്ടിയിട്ട് തന്നെ വെച്ചോളൂ. അപ്പോഴത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കുറേ നിൽക്കാനായിട്ട് എവിടെയാണോ ഉരുളക്കിഴങ്ങ് എടുത്ത് വെക്കുന്നത് അവിടേക്ക് വെള്ളുള്ളി ഉണ്ടല്ലോ അതിൻ്റെ കുട അങ്ങനെ അതിലോട്ടേക്ക് ഇട്ടിട്ട് വെക്കുക. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് എനിക്കറിയില്ല, സംഭവം പക്ഷേ പെർഫെക്റ്റാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്താണ്, അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്ത ടിപ്പ്, വൈകുന്നേരം ചായക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒന്നുകിൽ ഉള്ളിവട അല്ലെങ്കിൽ പൊക്കുവട. അപ്പോൾ ഇത് ഇടയ്ക്കൊരു മാവൊക്കെ ബാക്കി വന്നാൽ അത് അടുത്ത ദിവസം വൈകുന്നേരത്തെ ചായക്ക് എന്താ ചെയ്യേണ്ട അറിയോ, കുറച്ചൊക്കെ ബാക്കി വന്നാൽ പിന്നെ അതിലേക്ക് ഉള്ളി മുറിച്ചിടുക അതൊക്കെ പറയുമ്പോൾ ഒരു പണി തന്നെയല്ലേ. അപ്പം പിന്നെ ഡെയിലി അത് വീണ്ടും പൊക്കുവട ഉള്ളിവട തന്നെ ആയിപ്പോവല്ലോ. അപ്പം ഇങ്ങനെ ബാക്കി വന്ന മാവ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട അറിയോ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അത് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇടുക, എന്നിട്ട് കുഴയ്ക്കുക. പിന്നെ അതിലേക്ക് ഒരു പൊടിയോ ഉള്ളിയോ ഉപ്പോ കറിവേപ്പില ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആ ഒരു മാവിലേക്ക് ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇടുക, എന്നിട്ട് അത് കുഴയ്ക്കുക. ചൂടായി കിടക്കുന്ന ഓയിലിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി സ്നാക്സ് തന്നെ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ തലേ ദിവസം പൊക്കുവട ആണെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ നാട്ടിലുള്ള കോഴിക്കാൽ അറിയോ നിങ്ങൾക്ക്, അതായത് നമ്മുടെ കപ്പ ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് പൊരിക്കുന്ന കോഴിക്കാൽ, ഏകദേശം അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അത് കപ്പല്ല എന്നുള്ളൂ, ഉരുളക്കിഴങ്ങ് കാണുന്നുള്ളൂ, ഏകദേശം അതൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. സൂപ്പറാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രീസറിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അങ്ങനെ കുഴച്ചിട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ. എന്ത് രസമാണ് അത്, കുട്ടികൾക്കും വലിയവർക്കും. ഇനി വീട്ടിൽ ആരെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും സംഭവം സെറ്റാണ്. ഇനിയിപ്പം വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ വേഗം ഉള്ളിവട ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കൂടെ തന്നെ ഇപ്പുറം ആ ഒരു മാവ് വെച്ചിട്ട് തന്നെ ഈ ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 തരം സ്നാക്കാണ്. വെറൈറ്റി ആയിട്ട് അങ്ങനെ സെർവ് ചെയ്യാനും പറ്റും. എന്താ അല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ഇതിൽ എന്തെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ബൈ ബൈ, അസ്സലാമു അലൈക്കും.